നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത്യാവശ്യം തണുത്ത മട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചാനലുകളിൽ ചർച്ചകളില്ല, അതുപോലെ തന്നെ മറ്റ് പേപ്പർ മാധ്യമങ്ങളിലൊന്നും വലിയ കാര്യമായിട്ട് ഫ്രണ്ട് പേജിൽ വാർത്തകളും പിടിക്കുന്നില്ല. 2 ദിവസമായി ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മോഹൻലാൽ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനം തന്നെയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വളരെ വികാരഭരിതമായിട്ടുള്ള ആ പത്രസമ്മേളനത്തിന് ശേഷമാണ് ഈ ഒരു മാറ്റം കാണാൻ സാധിച്ചത്. അതിനുശേഷം വലിയ വാർത്താ പ്രാധാന്യമില്ലാത്ത വാർത്തകൾക്കാണ് മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്നലെ മുതൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു വലിയ വൃത്തികെട്ട രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം കാണാൻ സാധിച്ചു. അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ. വേറെയൊന്നുമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള എന്ത് അപ്ഡേറ്റുകൾ ഇന്നലെ മുതൽ കൊടുക്കാൻ തുടങ്ങിയതെല്ലാം തന്നെ മോഹൻലാലിൻ്റെ ചിത്രം വച്ചിട്ടാണ് ഈ ഒരു അപ്ഡേറ്റുകൾ കൊടുക്കുന്നത്. അത് ഏതെങ്കിലും ലോക്കൽ മഞ്ഞ മാധ്യമങ്ങൾ മാത്രമല്ല, ഏഷ്യനെറ്റ് ഉൾപ്പെടെയുള്ള സകല മാധ്യമങ്ങളുടെയും ഓൺലൈൻ പോർട്ടലുകളിൽ വരുന്ന വാർത്തകളിലാണ് മോഹൻലാലിൻ്റെ ചിത്രം ഒരു ആവശ്യവുമില്ലാതെ വച്ചിരിക്കുന്നത്. അതായത് ആ ഒരു വാർത്ത വായിച്ചു നോക്കുമ്പോൾ അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ മോഹൻലാലുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധമോ ഇല്ലാത്ത സംഭവങ്ങളിൽ പോലും ഈ ഒരു ഫോട്ടോ, മോഹൻലാലിൻ്റെ ഫോട്ടോ വച്ചിരിക്കുന്നു. അതായത് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് ഈ വാർത്ത വായിക്കുമ്പോൾ ഇതിനകത്ത് പ്രതി മോഹൻലാലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ലോക്കൽ മഞ്ഞപ്പത്രങ്ങൾ പോലും ചെയ്യാത്ത രീതിയിലേക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട ചാനലുകൾ പോലും വന്നിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തിനേലും അവരുടെ ചാനലുകളിൽ ഇപ്പോൾ ന്യൂസുകൾ വരുന്നില്ല, അവരുടെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ന്യൂസുകൾ വരുന്നില്ല. പക്ഷേ ഇതുപോലെ ഈ ന്യൂസ് പോർട്ടലുകളിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിലേക്ക് മാറിയിരിക്കുന്നു മലയാളത്തിലെ മാപ്രകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.